എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന സൗത്ത് ആഫ്രിക്ക ഇന്ത്യ 2020 വാമപ്പ് മാച്ചിൽ നമ്മളെല്ലാവരും സെർച്ച് ചെയ്ത ഒരു പേരായിരിക്കും സഞ്ജു സാംസന്റെ. അതായത് പ്ലേയിങ് ലെവലിൽ സഞ്ജു സാംസൺ ഉണ്ടോ എന്ന്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ സഞ്ജു സാംസന്റെ പേര് അതിലുണ്ട്. പക്ഷേ ഇന്നലെ സഞ്ജുവിനെ ബേറ്റ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ തന്നെ പലർക്കും തോന്നിയ ഒരു സംശയമാണ് സഞ്ജുവിനെ പഴയതുപോലെ വീണ്ടും സൈഡാക്കിയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അല്ലാതെ സഞ്ജു ഫാൻസിനെ പ്രൊവോക്ക് ചെയ്യാനോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനോ ഒന്നും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വളരെ സിമ്പിളായിട്ട് കാമായിട്ട് ഒരു ഫാക്ട് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന പേര് കേൾക്കും തന്നെ ചിലപ്പോൾ ഒരു വികാരമൊക്കെ ഉണ്ടാകുന്ന ഒരു പേരാണ്. കാരണം പുള്ളി മലയാളിയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലാണ് കളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വികാരങ്ങളൊക്കെ ഈ സഞ്ജു സാംസണോട് മലയാളികൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നടന്ന സൗത്ത് ആഫ്രിക്ക ഇന്ത്യ മാച്ചിൽ പ്ലേയിങ് ലെവലിൽ സഞ്ജു സാംസൺ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കളിക്കുമോ എന്നുള്ള ആകാംക്ഷയൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നാച്ചുറലി സംഭവിച്ചു പോകുന്നതാണ്. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു മലയാളി ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ആവേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തികച്ചും നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തെറ്റും കാണുന്നുമില്ല. പക്ഷെ ഇന്നലെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇറക്കാതിരുന്നത് ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ ഫോം ഔട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടോ അങ്ങനെയൊന്നുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മറിച്ച് ഇത് തികച്ചും ടീം മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ ക്യാപ്റ്റന്റെയും ഡിസിഷൻ ആയിരിക്കാം. ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾ തയ്യാറാകണം. നമ്മൾ മലയാളികൾ പലപ്പോഴും ഈ ക്രിക്കറ്റിനെ കാണുന്നത് ഇമോഷൻ കൊണ്ടാണ്. പക്ഷെ ഇമോഷന് ഇവിടെ യാതൊരു വാല്യൂ ഇല്ല. ഇവിടെ നമ്മൾ മോഡേൺ 2020 വേൾഡ് കപ്പ് ഇങ്ങനെയുള്ള മാച്ചിലൊക്കെ ഒരു സെലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഒരു ഫാക്റ്റ് ആയിട്ടേ അവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ അവർ നോക്കാൻ പോകുന്നത് പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഓപ്പണന്റ് ബോളിംഗ് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ പവർ പ്ലേ എങ്ങനെ പ്ലാൻ ചെയ്യണം, പിന്നെ ഡെത്ത് ഓവർ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ടീമിന്റെ ശ്രദ്ധയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസനെ ഇന്നലെ ബാറ്റ് ചെയ്യാൻ അനുവദിക്കാതിരുന്നിട്ടുണ്ടാവുക. ഈ ഒരു ഫാക്ടറിനെ നോക്കി തന്നെയാണ് ഓരോരുത്തരെയും ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നതും അതേപോലെ തന്നെ ഈ 11 പേരെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ സഞ്ജു സാംസനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വേറൊരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ മാത്രമല്ല വിക്കറ്റ് കീപ്പർ ഉള്ളത്. ഋഷഭ് പന്ത് ഉണ്ട്, KL രാഹുൽ ഉണ്ട്, അതേപോലെ തന്നെ ഇഷാൻ കിഷൻ ഉണ്ട്. ഇവരൊക്കെ വിക്കറ്റ് കീപ്പറാണ്. അതുകൊണ്ട് തന്നെ പ്ലേയിങ് ലെവലിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യതയും ഉള്ളൂ. ഇന്നലത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആ ഒരു വാമപ്പ് മാച്ചിൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിരുന്നത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് സ്റ്റൈൽ ആയിരുന്നു. പക്ഷേ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു ബാറ്റിംഗ് സ്റ്റൈലിൽ ഒരിക്കലും പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് ടീം മാനേജ്മെന്റിന് അറിയാം. സഞ്ജുവിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ് ചെയ്യുന്ന ഒരു സ്റ്റൈലിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. ആ ഒരു സ്റ്റൈൽ ഇന്നലത്തെ മാച്ചിൽ വർക്ക് ആവില്ല എന്ന് ടീം മാനേജ്മെന്റിനും അതേപോലെ തന്നെ ക്യാപ്റ്റനും ഉറപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും സഞ്ജുവിനെ ഇറക്കാതിരുന്നിട്ടുണ്ടാവുക. ഇത് സഞ്ജു സാംസന്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതാണ് ട്രൂത്ത്. ഇങ്ങനെ ആയിരിക്കണം ഇന്നലെ ഒരു ടീം സെലക്ഷൻ, അതായത് ക്യാപ്റ്റനും ടീം മാനേജ്മെന്റിനും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കണം. പക്ഷെ ഇവിടെ സഞ്ജു സാംസനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ഫാക്ട് കൂടെ നമ്മൾ സംസാരിച്ചേ മതിയാവും. അതായത് അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് സഞ്ജു സാംസൺ. അതേപോലെ തന്നെ IPL മാച്ചൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടീമിനെ സെലക്ട് ചെയ്യുന്ന സെലക്ടേഴ്സിന് സഞ്ജു സാംസന്റെ ടാലന്റിലൊന്നും ഒരു ഡൗട്ടും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിനെതിരെ അത്യാവശ്യം ഹെയ്റ്റ് കാമ്പയിനിങ് അതേപോലെ തന്നെ സഞ്ജുവിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പുള്ളിയെ പ്രഷറിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യം തന്നെയാണ്. ഈ സഞ്ജു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വളരെ കാമായിട്ട് ഗ്രൗണ്ടിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതേപോലെ തന്നെ സഞ്ജുവിന്റെ ഫാൻസൊക്കെ വളരെ കാമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രതികരിച്ചു കഴിഞ്ഞാൽ പുള്ളിയും കാമവും ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കാനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരു കളിയിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പുള്ളിക്ക് അത്യാവശ്യം നല്ല പ്രഷർ ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നുമുണ്ട്. അത് നമുക്ക് പുള്ളിയുടെ മുഖത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പലർക്കും ഉള്ള ഒരു സംശയമാണ് സഞ്ജുവിന്റെ ഭാവി. അതായത് ഇനി വരുന്ന കളികൾ സഞ്ജു കളിക്കുമോ അല്ലെങ്കിൽ കളിപ്പിക്കാതിരിക്കുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ മിഡിൽ ഓർഡറിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം സ്ലോ പിച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു സത്യം തന്നെയാണ്. അതായത് നല്ലൊരു അവസരം സഞ്ജുവിന് ഇനിയും കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറിച്ച് സഞ്ജുവിനെ പൂർണ്ണമായിട്ട് ടീമിൽ നിന്ന് ഒഴിവാക്കിയോ മാറ്റി നിർത്തിയോ അങ്ങനെ ഒരു സാഹചര്യമൊന്നും നിലവിലില്ല. പക്ഷേ ഈ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നവർ സഞ്ജു പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ സഞ്ജുവിന് കൊടുക്കുന്ന പ്രഷറാണ് പുള്ളിക്ക് ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഇപ്പോൾ മാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇവിടെ മുമ്പ് ഏതോ ഒരു വ്യക്തി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ഈ ഫോം എന്ന് പറയുന്ന കാര്യം ടെമ്പററി ആണ്, പക്ഷേ ക്ലാസ് എന്നും പെർമനന്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സച്ചിനെയും സേവാഗിനെയും ദ്രാവിഡിനെയും ഗാംഗുലിയും അതേപോലെയുള്ള വലിയ കളിക്കാരെയൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് സഞ്ജുവിനെയും നമ്മൾ ഓർത്തിരിക്കും. കാരണം പുള്ളി ഒരു ക്ലാസ് പ്ലെയർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ എന്തായാലും കമന്റ് ചെയ്യുക. എന്തായാലും ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കളിയിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുകയും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പുള്ളിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.